ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ ബ്രദറിൻ്റെ വക ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ചിക്കനൊക്കെ എടുത്തു, നമ്മളത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് അത് നന്നായിട്ടൊന്ന് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി. അതിനുശേഷം സവാള നന്നായിട്ട് തൊലിയൊക്കെ കഴുകി വൃത്തിയാക്കി. അതുപോലെ തന്നെ വെളുത്തുള്ളി അതിൻ്റെ കൂടെ എടുത്ത് വൃത്തിയാക്കി. ഈ വെളുത്തുള്ളിയുടെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സറിൻ്റെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം സവാള നന്നായിട്ട് നന്നായിട്ട് അരിയണം. സവാള നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ടൊമാറ്റോയും ചെറുതായിട്ട് കുനുകുനേന്ന് അരിയണം. കണ്ടില്ലേ, അവ നല്ല സ്മാർട്ടായിട്ട് കുനുകുനൂന്ന് അരിയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളെല്ലാം എടുക്കണേ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പിന്നെ നമുക്ക് മുളക് പൊടിക്ക് അതിൻ്റെ കൂടെ മുളക് പൊടിയുടെ കൂടെ ഒരു കാശ്മീരി ചില്ലിയും കൂടി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഈ ചിക്കൻ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റോക്ക് സാൾട്ടാണ് എടുത്തിരിക്കുന്നത്, കല്ലുപ്പിൻ്റെ കൂടെ നമ്മൾ ഈ വെച്ചിരിക്കുന്ന മസാലയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇരുന്ന് മാഗ്നേറ്റ് ചെയ്യണം. നന്നായിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തു. ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് കടുക് നന്നായിട്ട് അവിടെ ഇരുന്നിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ടു. കറിവേപ്പില ശരിക്കും ഒരു ഇതായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുകയാണ്. സവാള വഴറ്റി അതിൻ്റെ ഒരു നിറമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് തക്കാളിയും സവാളയും കൂടി നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കളർ മാറുന്ന ആ ഒരു ടൈം നോക്കി നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് ഇതാക്കിയതിന് ശേഷം ഈ മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളമൊന്നും മിക്സ് ചെയ്യരുത്. അടി പിടിക്കാതെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി നല്ല സ്മാർട്ടായിട്ട് വരും. അപ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമായിട്ടുള്ള നല്ല ജ്യൂസി ചിക്കനാണേ. ചിക്കൻ കണ്ടോ, നല്ല അടിപൊളിയായിരുന്നു. അത് അവനും ഞാനൊരു താങ്ക്സ് പറയുന്നത്. നല്ല സൂപ്പർ ചിക്കൻ.